എന്തിനാണ് പ്രാർത്ഥിക്കണത്? എനിക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നല്ലേ പറയണത്. ചില പ്രാർത്ഥിക്കാത്ത പറയണത് നിങ്ങൾ പോയി പ്രാർത്ഥിക്കുക, എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് പറയുക. എന്നുവെച്ചാൽ ഇവരെന്തോ കാര്യത്തിന് വേണ്ടിയാണ് ദൈവദൃശ്യനെ പ്രാർത്ഥിക്കണം എന്നാണ്. അതല്ല, ദൈവമായിട്ടുള്ള ബന്ധം നിത്യമായൊരു ബന്ധമായത് കൊണ്ട് തന്നെ മഹത്വം എന്ന് പറയണത്, ഇപ്പം നമ്മൾ ദൈവം തന്നെ ബുദ്ധി കൊണ്ട് ആലോചിക്കുകയോ പഠിക്കുകയോ നല്ല റാങ്ക് വാങ്ങിക്കുകയോ നമുക്ക് എന്ത് വേണമെങ്കിലും വലിയ വീട് വെക്കുകയോ വാഹനം മേടിക്കുകയൊക്കെ ചെയ്യാം. ഇത് വലിയ ആനക്കാര്യമല്ല. പക്ഷേ നമ്മുടെ ആത്മാവിനെ പുണ്യപൂർണ്ണമാക്കുകയും മഹത്വപ്പെടുത്തുകയും നിത്യതയോടും കർത്താവിൻ്റെ കൂടെ ജീവിക്കുകയും ചെയ്യുന്നത് ദൈവത്തിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ എപ്പോഴും നീ കുറുക്കൻ്റെ കണ്ണ് എപ്പോഴും കൂട്ടിലായിരിക്കണം. എന്താണ്? ദൈവത്തിൽ നിന്ന് മാത്രം കിട്ടാവുന്ന കാര്യം എന്താണ്? മഹത്വമാണ്. അപ്പോൾ അത് എപ്പോഴും നീ മഹത്വം അന്വേഷിക്കണം. കാര്യം 6 ദിവസമല്ലേ ഇസ്രായേൽ ജനത്തിന് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. ഇപ്പം നമ്മളെന്തുകൊണ്ടാണ് ഈ കാനായിലെ കല്യാണത്തിൽ നമ്മൾ 6 കൽപ്പനയൊക്കെ വെച്ചിരിക്കണത്? എന്താണ്? ഇപ്പോൾ ദൈവം മഹത്വപ്പെടാൻ പോകുന്ന ആ മേഘത്തിൻ്റെ തന്നെ മഹത്വത്തിൻ്റെ തന്നെ വേറെ രൂപമാണ് വെള്ളം. മേഘത്തിൻ്റെ വേറെ രൂപമല്ലേ വെള്ളം. മേഘത്തിൻ്റെ തന്നെ ദ്രാവക രൂപമാണ് വെള്ളം. അതാണ് കാനായിലെ കല്യാണത്തിലെ 6 കൽപ്പരണികളെ. ഇത് ഏതാണ്? 6 ദിവസം ദൈവം വെള്ളമായിട്ട് മേഘമായിട്ട് മഹത്വത്തിൻ്റെ മലയിലുണ്ടായിരുന്നതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ അതിനെ അനുസ്മരിക്കാൻ വേണ്ടിയാണ് പിതാവായ ദൈവത്തിൻ്റെ മഹത്വം ഏകജാതം സ്വീകരിക്കാനുള്ള സാധ്യത ഉണ്ടാക്കിയത്. എന്താണ്? മറിയമാണ് ശരിക്കും. അതാണ് മറിയത്തെ നമ്മൾ മഹത്വത്തിൻ്റെ മാധ്യസ്ഥ എന്ന് വിളിക്കുന്നത്. മറിയം ചില്ലറ പുള്ളിയല്ല, നമ്മൾ പറയണ ആളൊന്നുമില്ല. പക്ഷേ മഹത്വത്തിൻ്റെ മാധ്യസ്ഥം. അന്ന് വരെ മോശത്തിൻ്റെ കാലത്ത് ഒരു മഹത്വത്തിന് മാധ്യസ്ഥമില്ലായിരുന്നു. മറിയത്തിൻ്റെ കാലം വന്നപ്പോഴാണ് മഹത്വത്തിന് മാധ്യസ്ഥം വന്നത്. യോഹന്നാൻ 2:11. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അപ്പൊ ഇത് ഈ അത്ഭുതം ഈ മഹത്വം വെളിപ്പെടുത്തി. ഏത് മഹത്വമാണ് വെളിപ്പെട്ടിരിക്കണമെന്ന് അറിയാവോ? അത് പുറപ്പാട് 24:16 മഹത്വമാണ്. കർത്താവിന്റെ മഹത്വം സീനായി മലയിൽ ആവസിച്ചു. 6 ദിവസത്തേക്ക് ഒരു മേഘം മലയെ മൂടിയിരുന്നു. 7-ാം ദിവസം മേഘത്തിൽ നിന്ന് കർത്താവ് മോശയെ വിളിച്ചു. മഹത്വത്തിന്റെ 6 ദിവസങ്ങൾ ഒടുവിലാണ് ദൈവം മഹത്വം വെളിപ്പെടുത്തുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ദൈവത്തോട് കർത്താവെ എന്നെ മഹത്വപ്പെടുത്താമെന്നല്ല, കർത്താവെ ഈശോ പ്രാർത്ഥിച്ച നിൻ്റെ നാമത്തെ, ഈശോയുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് പിതാവേ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്ത് സംഭവിച്ചാലും അങ്ങനെ പ്രാർത്ഥിക്കാവും. യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന അതാണ്. സ്വർഗസ്ഥനായ പിതാവിനേക്കാൾ പവർഫുള്ളാണത്. എന്താണ്? പിതാവേ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അത് അതാത് ദിവസത്തെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെസ്പോണ്ടിങ് ആണ്. എന്താണ് വായിച്ചത്? യോഹന്നാൻ 12:28. പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. ഇത് തന്നെയാണ് നമ്മളുടെ സ്വർഗസ്ഥനായ പിതാവ്. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. മത്തായി 6:9. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അത് തന്നെ സംഭവം. ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് തന്നെയാണ്. അഥവാ സ്വർഗസ്ഥനായ പിതാവ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് സ്തുതിപ്പൊക്കെ ആയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയാണ്, യാചനാ പ്രാർത്ഥന എന്നൊക്കെ. അതൊന്നും അല്ല സംഭവം. ദൈവഹിതത്തിന് നമ്മളെ തന്നെ അങ്ങ് സബ്മിസീവ് ആക്കണതാണ്. അതുവഴിയാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്. അപ്പോൾ ദൈവത്തെ നാമം മഹത്വപ്പെടുത്താൻ നമുക്കൊരു അവസരം കിട്ടിയിരിക്കുന്നത് നമ്മൾ സബ്മിസീവായിട്ട് ഉപയോഗിക്കണം. അതതിൻ്റെ അർത്ഥം. താങ്ക് യു.